ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഫിസിക്സ് ഓഫ് ഫുട്ബോൾ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ അടുത്ത പോയിന്റ് ആണ് ബെർണോളിസ് ഇഫക്റ്റ് അല്ലെങ്കിൽ ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക് ആണ് അല്ലെ. ഇനി എന്താണ് ബെർണോളിസ് ഇഫക്റ്റ് എന്ന് നമുക്ക് നോക്കാം. It states that when the velocity of the air increases, its pressure decreases, and when the velocity of the air decreases, its pressure increases. This is known as Bernoulli's effect. അതായത് എപ്പോഴാണോ എയറിന്റെ വെലോസിറ്റി കൂടുന്നത് അല്ലെങ്കിൽ എയറിന്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്, ആ സമയത്ത് എയറിന്റെ പ്രഷർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഇനി എപ്പോഴാണോ എയറിന്റെ വെലോസിറ്റി ഡിക്രീസ് ചെയ്യുന്നത്, ആ സമയത്ത് അതിന്റെ പ്രഷർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതായത് വെലോസിറ്റി കൂടുന്ന സമയത്ത് പ്രഷർ കുറയും, പ്രഷർ കൂടുന്ന സമയത്ത് വെലോസിറ്റി കുറയും. ഇതാണ് ബെർണോളിസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ഷോർട്ട് ആക്കിയിട്ട് എങ്ങനെ എഴുതാം? ഇൻക്രീസ്ഡ് വെലോസിറ്റി വിൽ ബി ഈക്വൽ ടു ഡിക്രീസ്ഡ് പ്രഷർ. അതേപോലെ തന്നെ ഡിക്രീസ്ഡ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇൻക്രീസ്ഡ് പ്രഷർ എന്ന് നമുക്ക് പറയാം. ഇത് നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞ ഇമേജ് പോലെ തന്നെ നമ്മൾ ഫുട്ബോൾ കൺസിഡർ ചെയ്യുക. ഇതെന്താണ് ഈ വരച്ചിരിക്കുന്നത്? സ്ട്രീം ലൈൻസ് ആണ് അല്ലെ. സ്ട്രീം ലൈൻസ് ആണ് വരച്ചിരിക്കുന്നത്. അതായത് ബോളിന്റെ സൈഡ് ഓഫ് ദ ബോളിൽ എപ്പോഴും ലോ പ്രഷർ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഈ സൈഡ് ഭാഗത്ത് പ്രഷർ കുറയുന്ന സമയത്ത് ഈ ഒരു സമയത്ത് ബോളിന്റെ സ്പീഡ് എന്താവും? ഹയർ സ്പീഡായിട്ടായിരിക്കും ഉണ്ടാവുക. എന്നാൽ ബോളിന്റെ ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും എന്തായിരിക്കും? ഹൈ പ്രഷർ ആയിരിക്കും ഉണ്ടാവുക. ആ സമയത്ത് അവിടെ എന്തുണ്ടാവും? ലോവർ സ്പീഡ് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് പ്രഷർ കൂടുന്ന സമയത്ത് സ്പീഡ് കുറയും, ഇവിടെയും പ്രഷർ കൂടുന്ന സമയത്ത് സ്പീഡ് കുറയും. എന്നാൽ ബോളിന്റെ ബാക്ക് സൈഡിൽ പ്രഷർ കുറയുന്നത് കൊണ്ട് അവിടെ എന്തുണ്ടാവും? ഹയർ സ്പീഡ് ഉണ്ടാവും. എന്ത് പ്രകാരമാണ് ഈ പറഞ്ഞിരിക്കുന്നത്? ബെർണോളിസ് ഇഫക്റ്റ് പ്രകാരം ഇങ്ങനെയാണ് ഉണ്ടാവുക. So, for the air to be accelerated to the higher speed, a pressure difference arises. എവിടെയാണോ നമ്മുടെ ഒരു എയർ ആക്സിലറേറ്റ് ചെയ്യുന്നത്, ഹയർ സ്പീഡിലേക്ക് ആക്സിലറേറ്റ് ചെയ്യുന്നത്, അവിടെ എന്തുണ്ടാവും? ഒരു പ്രഷർ ഡിഫറൻസ് അറൈസ് ചെയ്യും അല്ലെങ്കിൽ പ്രഷർ ഡിഫറൻസ് ഉണ്ടാവും അല്ലെ. അറ്റ് ദ സൈഡ് ഓഫ് ദ ബോൾ ലോ പ്രഷർ ഈസ് ആക്ടിങ് ആൻഡ് ഹെൻസ് പ്രഷർ ഡ്രോപ്പ് ആക്സിലറേറ്റ് ദ എയർ. അവിടെ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോളിന്റെ സൈഡ് ഭാഗത്ത് ലോ പ്രഷർ ആക്ട് ചെയ്യുകയും അത് കാരണം പ്രഷർ കുറയും അല്ലെ. അവിടെ എന്താണ്? പ്രഷർ കുറവാണ് അല്ലെ. അത് ആ ലോ പ്രഷർ എയറിനെ ആക്സിലറേറ്റ് ചെയ്യുകയും ചെയ്യും. എന്നാൽ പ്രഷർ ഇൻ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഓഫ് ദ ബോൾ ഈസ് ഹയർ. ബോളിന്റെ ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും പ്രഷർ എന്താണ്? ഈ സൈഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതൽ ഹയർ പ്രഷർ ആണ് അല്ലെ. സോ ഹയർ പ്രഷർ ഷുഡ് ബി ഡൗൺ ദ എയർ. ഈ ഹയർ പ്രഷർ കാരണം നമ്മളെ സ്പീഡ് എന്ത് ചെയ്യും? ഹയർ പ്രഷർ കാരണം എന്താവും? സ്പീഡ് ഡൗൺ ചെയ്യും അല്ലെങ്കിൽ ലോവർ സ്പീഡ് അവിടെ ഉണ്ടാവും. ഇതാണ് ബെർണോളിസ് ഇഫക്റ്റ് നമ്മുടെ ഫുട്ബോളിന്റെ കേസിൽ അല്ലെങ്കിൽ ഒരു ബോളിന്റെ കേസിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ സാധിക്കുന്നത്. സോ ഇതിന് നമുക്ക് എങ്ങനെ ഷോർട്ട് ആക്കിയിട്ട് എഴുതാം? ഫാസ്റ്റ് എയർ ഈക്വൽ ടു ലോ പ്രഷർ ഈക്വൽ ടു സൈഡ് ഓഫ് ദ ബോൾ അല്ലെ. സൈഡ് ഓഫ് ദ ബോളിൽ ലോ പ്രഷർ ആയിരിക്കും, ആ സമയത്ത് അവിടെ ഫാസ്റ്റ് എയർ പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ. സ്ലോ എയർ ഹൈ പ്രഷർ ഫ്രണ്ട് ആൻഡ് ബാക്ക്. ഇനി ഫ്രണ്ടിലും ബാക്കിലും ബോളിന്റെ ഫ്രണ്ടിലും ബാക്കിലും എന്തായിരിക്കും? ഹൈ പ്രഷർ ആയിരിക്കും. ഹൈ പ്രഷർ ആകുന്ന സമയത്ത് അവിടെ സ്ലോ എയർ ഫോം ചെയ്യും അല്ലെ. അപ്പൊ ബെർണോളിസ് എഫക്റ്റിനെ നമുക്ക് പ്രിസൈസ് ആയിട്ട് ഇങ്ങനെ പറയാം. ഇനി ഇതിനെ വേറൊരു രീതിയിൽ സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതൊരു ട്യൂബ് ആണെന്ന് വിചാരിക്കുക. ഈ ട്യൂബിന്റെ ഈ സൈഡ് നോക്കിയ കുറച്ച് എന്താണ്? കൺസ്ട്രക്റ്റഡ് ആണ് അല്ലെ. ചുരുങ്ങിയ ഒരു ഭാഗമുണ്ട്. ആ സമയത്ത് അതേപോലെ തന്നെ ഈ ട്യൂബിന്റെ ഇതിന്റെ ഈ കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള സ്പേസിന്റെ പിറകിലും മുന്നിലും ഉള്ള സൈഡിൽ നമ്മളൊരു പ്രഷർ ഗേജ് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ചുരുങ്ങിയ സ്ഥലത്തും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പ്രഷർ ഗേജ് വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പോ ഈ ഒരു കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള സ്പേസിന്റെ മുൻഭാഗത്തും അത് കഴിഞ്ഞിട്ടും എന്തായിരിക്കും? പ്രഷർ ഹയർ ആയിരിക്കും. പ്രഷർ ഹയർ ആവുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവും? എയറിന്റെ സ്പീഡ് കുറവായിരിക്കും. എന്നാൽ ഇവിടെ കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള സ്പേസിൽ പ്രഷർ കുറവായിരിക്കും. അതാണ് ഈ ഗേജിൽ കാണുന്നത്. ആ സമയത്ത് ഇവിടെ എന്തുണ്ടാവും? ഈ ഒരു ഏരിയയിലെ സ്പീഡ് ഓഫ് ദ എയർ എന്തായിരിക്കും? കൂടുതലായിരിക്കും അല്ലെ. ഇനി ഇതിനെ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തത് നമുക്ക് നോക്കാം. ഹിയർ ദ എയർ ഈസ് പാസ്ഡ് ത്രൂ എ ട്യൂബ് വിത്ത് നാരോ പാർട്ട്. ഇതാണ് നാരോ പാർട്ട്.
അല്ലെങ്കിൽ അതിനെ കൺസ്ട്രക്ഷൻ എന്ന് പറയും. ആൻഡ് പ്രഷർ ഗേജസ്, ഇവിടെ എന്തുണ്ട്, പ്രഷർ ഗേജസ് ഉണ്ട് അല്ലെ. നമ്മൾ എയർ ഒരു ട്യൂബിൽ കൂടെ കടത്തി വിടുകയാണ്. ആ ട്യൂബിന്റെ ഒരു സൈഡിൽ നേരോ ആയിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അതേപോലെ തന്നെ ട്യൂബിൽ എന്ത് ഘടിപ്പിച്ചിട്ടുണ്ട്, പ്രഷർ ഗേജ് ഘടിപ്പിച്ചിട്ടുണ്ട്. പ്രഷർ ഗേജിന്റെ കൊണ്ടുള്ള കാര്യം എന്താ, പ്രഷർ ഗേജ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രഷർ മെഷർ ചെയ്യുക അല്ലെ. എയർ സ്പീഡ് അപ്പ് ടു പാസ് ദ നാരോ സ്പേസ് അല്ലെ. ഈ നാരോ സ്പേസിൽ കൂടെ പോകാൻ വേണ്ടിയിട്ട് എയർ എന്ത് ചെയ്യും, സ്പീഡ് അപ്പ് ചെയ്യും. സോ at the narrow path അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ പ്രഷർ ഡിക്രീസസ് ആൻഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ കൺസ്ട്രക്ഷൻ പ്രഷർ ഇൻക്രീസസ്. ഇതിലെ കൂടെ എയർ സ്പീഡിൽ പോവാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ നാരോ പാത്തിന്റെ മുന്നിലും പിന്നിലും പ്രഷർ എന്തായിരിക്കും, കൂടുതലായിരിക്കും. പക്ഷെ ഇതിലെ കൂടെ കടന്നു പോകുന്ന സമയത്ത് പ്രഷർ എന്തായിരിക്കും, കുറവായിരിക്കും. ഹിയർ പ്രഷർ ഗേജസ് ഷോസ് ദ പ്രഷർ. ഇവിടെ എന്താണ്, നമ്മളെ പ്രഷർ ഗേജ് നമ്മളെ പ്രഷറിന്റെ പ്രഷർ കൂടുതലാണോ കുറവാണോ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യും അല്ലെ. അപ്പൊ ഈ ഒരു പ്രോസസ്സും നമുക്ക് ബെർണോളിസ് ഇഫക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് നമ്മൾ ബെർണോളിസ് ഇഫക്റ്റ് പറയുന്ന സമയത്ത് ലോ പ്രഷർ ഉള്ള സമയത്ത് എയറിന്റെ വെലോസിറ്റി കൂടും. അതേപോലെ തന്നെ ഹൈ പ്രഷർ ഉള്ള സമയത്ത് എയറിന്റെ വെലോസിറ്റി കുറയും. ഇപ്പൊ ബോളിന്റെ സൈഡ് ഭാഗത്താണ് സാധാരണയായിട്ട് ലോ പ്രഷർ ഉണ്ടാവുക. അതേപോലെ തന്നെ ബോളിന്റെ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഹൈ പ്രഷർ ആയിരിക്കും എന്നാണ് പറയാ. അപ്പൊ ആ സമയത്ത് എന്താവും, എയർ സ്ലോ ആവും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബെർണോളിസ് എഫക്റ്റില് പറയാനുള്ളത്. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് വളരെ ചുരുക്കിയിട്ടാണ് ഈ നോട്ട്സും ഈ ക്ലാസ്സും നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മളെ PDF കൂടി വായിച്ചു നോക്കേണ്ടതുണ്ട്.